ഹണി തിരിച്ചടി. ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം മൊണാലിസ കേരളത്തിലേക്ക്. കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ എന്ന മോനി ഭോസ്ലെ കേരളത്തിലെത്തി. കോഴിക്കോട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണ് മൊണാലിസ എത്തിയിരിക്കുന്നത്. മൊണാലിസ 14 രാവിലെ 10:30 കോഴിക്കോട് എത്തുമെന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇന്ന് രാവിലെയോടെ സഹോദരനോടൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് വന്നത്. മൊണാലിസയുടെ ഗെറ്റപ്പ് അടിമുടി മാറിയിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ്, ബ്ലാക്ക് ജാക്കറ്റ് എന്നിങ്ങനെ അടിമുടി സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു മൊണാലിസ എയർപോർട്ടിൽ ഇറങ്ങിയത്. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയത്. മൊണാലിസയുടെ ലുക്ക് മാറ്റം പലർക്കും ഇഷ്ടമായിട്ടില്ല. ആ കുട്ടിയുടെ സൗന്ദര്യം മൊത്തം കളഞ്ഞു. അന്ന് ആ വഴിയോരത്ത് കണ്ട തനി ഉത്തരേന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്തു ഭംഗിയായിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഈ കുട്ടിയെയും വരും ദിവസങ്ങളിൽ മലയാളി കൈയൊഴിയുമെന്നാണ് ചില കമൻറ്റുകൾ. അയ്യോ, ചില മലയാളികളുടെ ഒരു ദാരിദ്ര്യം. ആ കുട്ടി വൈറലായി, അതിൻ്റെ സമയം തെളിഞ്ഞു. ഇനി ഉദ്ഘാടനങ്ങളായി കുറേ വരും. നാളെ ഒരു കാലത്ത് ആ കുട്ടി അവരുടെ അഭിപ്രായം പറഞ്ഞാൽ ഇതേ ചില മലയാളികൾ പറയും. അവരുടെ ശരീരത്തെ കളിയാക്കി കുറ്റം പറയും. സോഷ്യൽ മീഡിയയിൽ സകല തോന്നിയാസങ്ങളും എഴുതി ചേർക്കും. ഇന്നലെ ഒരു നടി, നാളെ ഈ കുട്ടി, അത്രേ വ്യത്യാസമുള്ളൂ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതെന്നും ഇമേജ് തിരിച്ചുപിടിക്കാൻ കളിച്ച ബുദ്ധിയാണെന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം എന്നാണ്. ബോച്ചയുടെ ഈ പ്രവൃത്തി നിങ്ങൾക്കുണ്ടാക്കിയ എല്ലാ ചീത്തപ്പേരും മായ്ച്ചു കളഞ്ഞു. പാവപ്പെട്ട ഒരു മാല വിൽപ്പനക്കാരിയെ സഹായിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ നമിക്കുന്നു. ആര് ഫേമസ് ആയി? ബോച്ചെ എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കും. അവസാനം അത് വിനയാകാതിരുന്നാൽ മതി. വിദ്യാഭ്യാസത്തിൽ ഈ കുട്ടി കുറച്ച് പിറകിലാണെങ്കിലും വസ്ത്രധാരണയിൽ മാന്യത കാണിച്ച് ഇവിടെയുള്ള അല്പവസ്ത്രധാരികൾക്ക് കൊടുത്ത മറുപടി ബോച്ചെ കലക്കി. കൃത്യമായി തൻ്റെ ബ്രാൻഡ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ബോച്ചയാണ് ഇന്നത്തെ താരം. അതേസമയം ഇനി ഉദ്ഘാടന വേദിയിൽ ഏത് രീതിയിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ പെരുമാറ്റം എന്ന് ഉറ്റുനോക്കപ്പെടുന്നുമുണ്ട്. ഹണി കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ബോബി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. ഇനിയൊരിക്കലും താൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തില്ലെന്ന് കേസിൽ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞിരുന്നു.